ഹലോ, എൻ്റെ കിച്ചുപ്പൻ്റെ പിറന്നാളാണ് കേട്ടോ ഇന്ന്. ഞങ്ങളുടെ ജീവിതത്തിലെ ഒരുപാട് സങ്കടങ്ങളുടെ ഇടയിൽ ഭയങ്കര സന്തോഷമായിട്ട് വന്നതാണ് കിച്ചുപ്പൻ. അപ്പോൾ കിച്ചുപ്പനെ ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇദ്ദേഹത്തിന് സുഖമില്ലാതാകുന്നതും ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആവുന്നതൊക്കെ. അപ്പോൾ മെഡിക്കൽ കോളേജിലായിരിക്കുന്ന ഒരു സമയങ്ങളിൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. എനിക്ക് വീട്ടിലെ ഫുഡൊന്ന് കിട്ടണം, വീട്ടിലെ ഫുഡൊന്ന് കഴിക്കണമെന്നൊക്കെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെ രണ്ട് അനിയന്മാർ വന്ന സമയത്ത് ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടല്ലെങ്കിലും അറിയാതെ ആയാലും അവർ ഒരു ദിവസം വാങ്ങിച്ച് കൊണ്ടുവന്നത് ഇങ്ങനെ വീട്ടിൽ നിന്ന് ഫുഡുണ്ടാക്കി കൊണ്ടുവന്ന് വിൽക്കുന്ന ആൾക്കാരവിടെ ഉണ്ട്. അപ്പോൾ അവരിൽ നിന്ന് അറിയാതെയാണെങ്കിലും അവർ ഒരു ദിവസം ഫുഡ് വാങ്ങിച്ച് കൊണ്ടുവന്ന് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ട്, ഇത് എവിടെ നിന്നാണ് ഈ ഊണ് കിട്ടിയത് എന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ വീടുകളിൽ വെച്ചിട്ട് കൊണ്ടുവന്ന് വിൽക്കൂലേ, അവരെ കയ്യിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പം ഞാനിങ്ങനെ ആലോചിക്കും, ശരിയാണ്, നമ്മളെന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിക്കുമ്പോൾ അത് ഏതെങ്കിലും ഒരു രീതിയിൽ നമ്മുടെ കയ്യിലെത്തും. അന്ന് ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, നമുക്ക് ചുറ്റിനും ഇതുപോലെ ആഗ്രഹിക്കുന്ന എത്ര ആൾക്കാരുണ്ടാവും എന്ന്. അത് കഴിഞ്ഞ് ഞാൻ കിംസിൽ പോയതിന് ശേഷവും ഒരുപാട് നാൾ ഈ ക്യാഷിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ആലോചിച്ചിട്ട് പലതവണ ഫുഡ് കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കാറുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ മറ്റ് രോഗികളുടെ കൂട്ടിരിപ്പുകാരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവരിൽ ഒരുപാട് പേര് എനിക്ക് പല തവണ എനിക്ക് ഫുഡ് വാങ്ങിച്ചു തന്നിട്ടുണ്ട്. അവരുടെ പേരോ നാളോ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ആ ചേച്ചിമാർ, ആ ആൻറ്റിമാർ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ നിസ്സഹായ അവസ്ഥയിൽ സഹായവുമായിട്ട് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നമുക്ക് സ്റ്റേബിളാവുന്ന ഒരു സമയം വരും. എല്ലാവരും എല്ലാ സമയത്തും സഹായം ആവശ്യമുള്ളവരായിരിക്കില്ലല്ലോ. ആ സഹായ കാലഘട്ടം കഴിഞ്ഞ് നമ്മൾ സ്റ്റേബിളാവുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് കിട്ടിയ ആ ഒരു സഹായം നമ്മൾ തിരിച്ചു ചെയ്യണം, അല്ലേ? അപ്പോൾ അതുപോലെ എൻ്റെ ഒരു ആഗ്രഹമാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എൻ്റെ കൈ കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ ഇത് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണമല്ല, എനിക്കിഷ്ടപ്പെട്ട കുറച്ച് ആൾക്കാർക്ക് ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണമാണ്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. വളരെ കുറച്ച് ക്വാണ്ടിറ്റി എനിക്ക് ഇവിടെ നിന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുള്ളൂ. കാരണം ഇതൊരു ഫ്ലാറ്റ് പോലത്തെ ഒരു സ്ഥലമാണ്. അപ്പോൾ എൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് എനിക്ക് ഇത്രയും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞുള്ളൂ. പക്ഷേ ഇനി ഒരുപാട് ഇതുപോലെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്, നടക്കുമെന്ന് വിശ്വസിക്കുന്നു.